അദ്ദേഹത്തിന്റെ ഭരണപരമായ നേട്ടങ്ങൾ നിരവധിയാണ്. പക്ഷെ ഒരു വികസനത്തിന് വേണ്ടി എന്തും അടിയറ വയ്ക്കുന്ന ഒരു രീതി അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതിന് വേണ്ടി പോലും സമുദായ നേതാക്കന്മാരുടെ തിണ്ണ നിരങ്ങുക ഒരു നാടൻ പ്രയോഗമാണല്ലോ. അതിലൊന്നും അദ്ദേഹം പോയിട്ടില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ ഇൻഫോ പാർക്ക്, അത് സ്മാർട്ട് സിറ്റി എന്ന ദുബായ് കമ്പനി ആ പ്രദേശം മുഴുവൻ അവർ കൈക്കലാക്കുന്ന ഘട്ടത്തിലാണ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയാകുന്നത്. അദ്ദേഹം തടഞ്ഞു. അദ്ദേഹം ഉദ്ദേശിച്ചത് എന്തായിരുന്നു? ഇൻഫോ പാർക്ക് കേരളത്തിന്റെ ഉടമസ്ഥതയിൽ നിലനിർത്തണം എന്നുള്ളതാണ്. ഒരു ആലോചിക്കുക, അത് നടക്കാതെ പോകുന്നു. സ്മാർട്ട് സിറ്റി വരുന്നുമില്ല. അച്യുതാനന്ദനെ കുറിച്ച് എന്തായിരിക്കും നമ്മൾ പറയുകയും, അങ്ങേയറ്റത്തെ വികസന വിരോധി, കേരളത്തിന്റെ വളർച്ചയ്ക്ക് പൂർണ്ണമായും തടസ്സം നിന്ന വ്യക്തി എന്നെ പറയുള്ളൂ. അപ്പൊ അച്യുതാനന്ദന്റെ ലക്ഷ്യമുണ്ടായിരുന്നു. ആ ലക്ഷ്യം ഇൻഫോ പാർക്കാണ്. ആ ഇൻഫോ പാർക്ക് നമ്മുടെ സ്വന്തമാണ്, കേരളത്തിൻ്റെതായി നിലനിർത്തിക്കൊണ്ട് സ്മാർട്ട് സിറ്റി അവർക്ക് വിട്ടുകൊടുക്കുന്നു. പാളിപ്പോയാൽ പാളിപ്പോകും. പക്ഷെ അച്യുതാനന്ദനെ സംബന്ധിച്ച് അച്യുതാനന്ദന്റെ വിഷയത്തിൽ ഇടപെട്ടാൽ അത് ഗൗരവത്തിലുള്ള ഇടപെടലാണ് എന്ന ബോധ്യം എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പലർക്കും വഴങ്ങേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അച്യുതാനന്ദന്റെ കാലത്ത് ഈ മറ്റു പല സാമൂഹികമോ അല്ലെങ്കിൽ രാഷ്ട്രീയമോ ആയ ഇടപെടലുകൾ എന്നൊക്കെ പറയുന്നതിനോടൊപ്പം തന്നെ വികസന പ്രവർത്തനങ്ങളിലും അദ്ദേഹം ഇടപെട്ടിരുന്നു. വികസനം എന്നതിന് സാധാരണ മനുഷ്യർ അവരുടെ സാധാരണ ഭാഷയിൽ കൊടുക്കുന്ന നിർവചനം ആയിരുന്നില്ല അച്യുതാനന്ദൻ നൽകിയിരുന്നത്. ഞാൻ സ്മാർട്ട് സിറ്റിയെ വീണ്ടും ഉദാഹരണമായിട്ട് പറയുകയാണ്. സ്മാർട്ട് സിറ്റി എന്ന് വെച്ചാൽ ഇന്നത്തെ ഇൻഫോ പാർക്ക് ഉൾപ്പെടെയുള്ള ആ ഭൂമി മുഴുവൻ ഈ ദുബായ് കമ്പനിക്ക് അവരാവശ്യപ്പെടുന്ന വ്യവസ്ഥകൾക്ക് വിധേയമായി ഇരുന്നെങ്കിൽ വലിയൊരു സംഗതികൾ വരുമായിരുന്നു. അപ്പൊ എല്ലാവരും പറയുമായിരുന്നു, ഇതാ അച്യുതാനന്ദൻ വികസനത്തിന് വേണ്ടി പ്രവർത്തിച്ചു. പക്ഷെ അച്യുതാനന്ദന്റെ ലക്ഷ്യം അതല്ല. അതോടൊപ്പം നമ്മുടെ താല്പര്യങ്ങൾ എത്രമാത്രം സംരക്ഷിക്കാൻ കഴിയും എന്ന പരിശ്രമം കൂടി അദ്ദേഹം നടത്തിയിരുന്നു. ആ പരിശ്രമം അച്യുതാനന്ദന്റെ കാലത്ത് ഉണ്ടായിട്ടുള്ള എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും ബാധകമാണ്. അതുകൊണ്ടാണ് വികസനം എന്ന് പറഞ്ഞാൽ എന്ത് വില കൊടുത്തും ആർക്കും നമ്മുടെ താല്പര്യങ്ങൾ അടിയറ വെച്ചുകൊണ്ട് നടത്തേണ്ടതായ ഒന്നല്ല യഥാർത്ഥ വികസനം എന്ന തിരിച്ചറിവ് അച്യുതാനന്ദനുണ്ടായിരുന്നു.